2025 ഏഷ്യ കപ്പ് കിരീടത്തിൽ മുത്തമിട്ട് ഇന്ത്യ. ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ 5 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇതോടെ തങ്ങളുടെ 9ാം ഏഷ്യ കപ്പ് കിരീടം സ്വന്തമാക്കാനും ഇന്ത്യക്ക് സാധിച്ചിരിക്കുകയാണ്. മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ടോസ് നേടിയ ഇന്ത്യ ആദ്യ ബൌളിംഗിലാണ് തെരഞ്ഞെടുത്തിരുന്നത്. തുടർന്ന് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാൻ 146 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. മറുപടി ബാറ്റിംഗിൽ 19.4 ഓവറിൽ ഇന്ത്യ 150 റൺസ് നേടി വിജയം സ്വന്തമാക്കിയിരുന്നു. ഇന്ത്യക്ക് വേണ്ടി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചത് തിലക് വർമ്മയാണ്. ടോപ്പ് ഓർഡർ തകർന്ന ശേഷം ഇന്ത്യയുടെ സ്കോർ ഉയർത്തിയ താരം 53 പന്തിൽ നിന്ന് 4 സിക്സും 3 ഫോറും ഉൾപ്പെടെ 69 റൺസ് നേടി പുറത്താകാതെയാണ് മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചത്. താരത്തിന് പുറമെ ഇന്ത്യക്ക് വേണ്ടി 6ാമനായി ഇറങ്ങിയ ശിവം ദുബെ 22 പന്തിൽ 33 റൺസ് നേടി സെക്കൻഡ് ടോപ്പ് സ്കോറായി. മാത്രമല്ല, മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ സമ്മർദ്ദഘട്ടത്തിൽ തിലകിനൊപ്പം 22 പന്തിൽ നിന്ന് 1 സിക്സും 2 ഫോറും ഉൾപ്പെടെ 24 റൺസ് നേടി. ഹർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ കളത്തിലിറങ്ങിയ സൂപ്പർ താരം റിങ്കു സിംഗ് ആണ് ഇന്ത്യക്ക് വേണ്ടി മത്സരം ഫിനിഷ് ചെയ്തിരുന്നത്. ഒരു പന്തിൽ 4 റൺസാണ് താരം നേടിയത്. ഓപ്പണർ അഭിഷേക് ശർമ്മ 5, ശുഭ്മാൻ ഗിൽ 12, സൂര്യകുമാർ യാദവ് 1 എന്നിങ്ങനെ ഇന്ത്യക്ക് നേരത്തെ നഷ്ടമായപ്പോൾ മധ്യനിരയാണ് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചിരുന്നത്. അതേസമയം പാകിസ്ഥാന് വേണ്ടി തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം നടത്തിയത് ഓപ്പണർ സാഹിബ് സദ ഫർഹാനും ഫഖർ സമാനുമാണ്. 38 പന്തിൽ നിന്ന് 3 സിക്സും 5 ഫോറും ഉൾപ്പെടെ 57 റൺസ് നേടിയാണ് ഫർഹാൻ മടങ്ങിയത്. 150 എന്ന മികച്ച സ്ട്രോക്ക് റേറ്റിൽ ബാറ്റ് ചെയ്ത് താരത്തെ വരുൺ ചക്രവർത്തി തിലക് വർമ്മയുടെ കയ്യിൽ എത്തിക്കുകയായിരുന്നു. ഫഖർ സമാൻ 35 പന്തിൽ 2 സിക്സും 2 ഫോർ ഉൾപ്പെടെ 46 റൺസിന് പുറത്തായി. വരുണിനാണ് താരത്തിന്റെയും വിക്കറ്റ്. പിന്നീട് ഇറങ്ങിയ സായിം അയൂബ് നേടിയ 14 റൺസ് ഒഴിച്ചാൽ മറ്റ് പാക് താരങ്ങൾക്കൊന്നും 2 അക്കം കടക്കാൻ സാധിച്ചിരുന്നില്ല.